ഇന്ന് ഈ വികലാംഗിനിയും കൊണ്ട് ഒരു ഡേറ്റിന് പോയാലോ? ഏതാണ്ട് ഒരു 2 ആഴ്ച സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 മാസം മുമ്പ് ഈ ഇരിപ്പ് ഞാൻ ഇരുന്നോണ്ട് തന്നെ മൈൻഡിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് എനിക്ക് നല്ലോണം ഊഹിക്കാം. അതുകൊണ്ട് തന്നെ പറഞ്ഞ വഴിക്ക് നമുക്ക് വിട്ടേക്കാന്നായി. നടത്തം വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ റൈഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് യേശുവേട്ടനെ കണ്ട് നന്ദി പറയാമെന്ന് പറഞ്ഞപ്പോൾ അന്ന പള്ളിയിലും കയറാനായി. എന്നാ പിന്നെ വിട്ടാലോ? എറി മൂവിയിൽ സമന്ത പറയണ പോലെ ഒരാളുടെ ബോൺ ഒടിഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊളന്ത മാതിരി പാക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ എന്റെ കൊളന്തിയാണ് ഈ മുതുക്കി തള്ളേനെ പാക്കണേ. ഊർവശീശാപ ഉപകാരം എന്നൊക്കെ പറയണ പോലെ പാറുവിന്റെ കാലൊടിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ എന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഞാനിപ്പോ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ആലോചിക്കണേന്ന്. ഞാൻ ഈ +2 കൊമേഴ്സ് ആയതുകൊണ്ട് ഈ എക്കണോമിക്സിൽ പറയണ പോലെ ക്വാളിറ്റി പ്ലേസ് അറ്റ് റീസണബിൾ പ്രൈസ് എന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ചിമ്മിനി റൂട്ട് പിടിക്കാൻ തോന്നി. ഓണ വഴി വേലിപ്പാടം പള്ളി എത്തിയപ്പോ ഒന്ന് ചവിട്ടി. അങ്ങനെ സ്പോട്ട് എത്തി വികലാംഗിനെ ഇറക്കി വിട്ടു. എന്നാ പിന്നെ അവളെ യേശുവേട്ടനെ കണ്ടിട്ട് കൈന്റെ പെയിന്റ് പോയതും എല്ലിന്റെ എണ്ണം കുറഞ്ഞതിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് വരട്ടേന്നായി ഞാൻ. പുറമെ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോഴാണ് മനസ്സിലായ പള്ളി മൊത്തത്തിൽ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ആൾത്താരന്റെ ഉള്ളിൽ വരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സങ്കടം പറച്ചിലൊക്കെ തീർത്തിട്ട് പുള്ളിക്കാരത്തി ഞൊണ്ടി വരുന്നു. ഞാനൊരു കൈ സഹായം കൊടുത്തേക്കാം. സാധാരണ അങ്ങനെയാണല്ലോ പതിവ്. 3 പേരുടെ ബഹളത്തിന് പുറമെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പല ശബ്ദങ്ങളും കേട്ടപ്പോൾ ഞാൻ വണ്ടി ഒന്ന് നിർത്തി. സംഭവം കടിമോൾ എൻജോയ് ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പൂസിന്റെ കാര്യം പറഞ്ഞ ലാസ്റ്റ് വീഡിയോന്റെ കമന്റ് പോലെ മത്തം കുത്തിയ പിന്നെ അവക്കാട് ഉണ്ടാവില്ലല്ലോ. ഒരു 5-6 മിനിറ്റ് കാഴ്ചയൊക്കെ കണ്ട് വീട്ടിലെത്തിച്ചേക്കണടാ എന്ന് തിലകന്റെ സ്റ്റൈലിൽ 2 സെന്റി ഡയലോഗ് അടിച്ച് ഞാൻ വീണ്ടും കാറിന്റെ ഉള്ളിലേക്ക്. ചായ കൂടി വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ എന്തായാലും പോണ വഴിക്ക് ചായ കുടിച്ചേ പറ്റൂന്നായി ഞാൻ. അങ്ങനെ ചെന്ന് പെട്ടതാണ് 2 ചേച്ചിമാരുടെ കടയിൽ. ചായ മേടിച്ചു കൊടുത്ത് 2 സൈഡാക്കി എനിക്ക് വേണ്ടി ഒരു കടി എടുക്കാൻ വേണ്ടി പോയപ്പോ സേതുമാധവന്റെ മുത്തച്ഛനല്ലേന്ന് അപ്പൂട്ടൻ ചോദിക്കണ പോലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഉള്ള ചേട്ടനല്ലേന്നാ ചേച്ചി. എന്റെ ഫ്ലോ അങ്ങ് പോയിടൂ. സന്തോഷം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വികലാംഗി ഡേറ്റ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.